ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കാനും അതുപോലെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 2 ഉരുളക്കിഴങ്ങും 1 മുട്ടയും ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 സവോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേഗം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഇതുപോലെ പുഴുങ്ങിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 മുട്ടൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഉണ്ടെങ്കിൽ മതി. 2 ഉരുളക്കിഴങ്ങും 1 മുട്ടയും മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലപോലെ വേവിച്ച് ഉടച്ചതാണ്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചെറിയ ഉരുളയായിട്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ മേലെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കാം കേട്ടോ. നമുക്ക് റൗണ്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് ആക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അങ്ങനെ ചെയ്യാം. ഈ ഷേപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പരത്തിയിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മുട്ടയിലും ബ്രെഡിലൊക്കെ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട അതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയാക്കിയ കൈ കൊണ്ട് തന്നെ ഇതിൽ തൊടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ വേറെ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ മുക്കാൻ. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഓൾറെഡി ഇതിലെ ഉരുളക്കിഴങ്ങും നമ്മുടെ മുട്ട അതെല്ലാം വെന്തതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചായയ്ക്കും നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ വേണമെന്നൊന്നുമില്ല, അതുപോലെ നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.